നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓ വേണ്ട, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. അരവിന്ദനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടില്ല മേഡം. ഓട്ടോ കിട്ടണമെങ്കിലേ ജംഗ്ഷൻ വരെ നടക്കണം. റോട്ടിൽ നല്ല ചെളിയുണ്ട്. ഞാൻ സേഫായി വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. മാഡം, ഞാൻ കൊണ്ടുപോയി വിടാം. ജംഗ്ഷനിലേക്ക് കുറെ ദൂരമുണ്ട് കേട്ടോ. പാവം, ഇത്രയും ദൂരം നടക്കണ്ടേ? ആ, നടക്കട്ടെ. നമുക്ക് റൂമിലേക്ക് പോവാം. നീ വാ. എടാ അരവിന്ദ, നീ എന്താ നോക്കി നിൽക്കുന്നേ? ശ്രേയെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം. ചെല്ല്. അത് വേണ്ടെന്ന് ശ്രേയ പറഞ്ഞില്ലേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോയി വണ്ടി എടുത്തോണ്ട് വാ. ആ, മോളെ ശ്രേയ, ഒന്ന് നിക്ക്. ഓട്ടോ കിട്ടണമെങ്കിലേ കുറേ ദൂരം നടക്കണം. ദേ അരവിന്ദ് വന്നു. മോൾ ഇതേ കയറി. മേഡം, ഓട്ടോ എങ്ങും കിട്ടൂല. മേഡം വാ, സേഫായിട്ട് ഞാൻ വീട്ടിലെത്തിക്കാം. എന്നെ വിശ്വസിക്കുന്ന ആരെയും ഞാൻ കൈവിടില്ല. അതെ മോളെ, മോൻ കൊണ്ടുവിടും. ആ, ആലോചിക്കാനൊന്നുമില്ല. ഒരു വേല മേഡം, നടന്ന് ക്ഷീണിക്കും. വാ, കേറ്. ആ, കേറി ചെല്ല്. ആ, അമ്മേ, മേഡത്തിന് ഞാൻ സേഫായിട്ട് ഉണ്ടാക്കിയിട്ട് വരാം. അതെ മോനെ, അധികം സ്പീഡിലൊന്നും പോകണ്ട. ശ്രദ്ധിച്ചു കൊണ്ട് വിടുന്ന ശ്രേയ മോളെ. ഓ, പോവാ മേഡം. ശ്രേയ ബായ്. ബൈ ആന്റി. ഹോ, ഇവര് രണ്ടും എന്തൊരു ചേർച്ച. ഓ എന്റെ ഭഗവാനെ, ഇവരിങ്ങനെ ഒരുമിച്ച് പോകാൻ വേണ്ടിയാണോ നീ ശ്രേയയുടെ വണ്ടി കേടാക്കിയത്? ഓ എന്റെ ഭഗവാനെ, നിന്നെ സമ്മതിച്ചു. മാഡം, നടന്നതൊക്കെ മറക്കണം. എന്താ? മാഡത്തിന്റെ മുഖത്തെ ടെൻഷനും ദേഷ്യവും കണ്ടുകൊണ്ട് പറഞ്ഞതാ. അവന്റെ സുപ്പീരിയർ ഓഫീസറായ എന്നെ അവൻ തല്ലി. വെറുതെ വിടല ഞാൻ. ആ, വിടരുത് മാഡം. ഓഫീസിൽ വെച്ച് അവനെ കഷ്ടപ്പെടുത്തി ഓടിക്കണം. ആ, മാഡത്തിന് പിന്നെ അവസരമുണ്ടല്ലോ. പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നത്? ടെൻഷൻ അടിച്ച് ശരീരത്തൊന്നും വരുത്തി വെക്കണ്ട. അവൻ എന്നെ തല്ലിയത് ഓർക്കും തോറും എന്റെ ദേഷ്യം 1000 മടങ്ങ് കൂടുക. മാഡം, ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. മനസ്സിൽ തോന്നിയ കാര്യമോ? മാഡത്തിന്റെ മനസ്സ് നല്ലതായതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചീഫ് എഞ്ചിനീയറെ തല്ലുമായിരുന്നു അവൻ. മാഡത്തിനെ തല്ലാൻ പാടുണ്ടോ? അതിനുള്ള ധൈര്യം അവനോട് നീട്ടി. അതിന് കാരണം മാഡം തന്നെയാ. അരവിന്ദ് എന്താ ഉദ്ദേശിച്ചത്? എന്ത് ചെയ്താലും ക്ഷമിച്ചു വിടുന്നത് തന്നെ. ക്ഷമയൊക്കെ മാറ്റിവെച്ച് തല്ലിന് തല്ലെന്ന രീതി പ്രയോഗിക്കണം. അപ്പോ എല്ലാവർക്കും നമ്മളൊരു പേടി തോന്നും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കും. ഞാൻ പറഞ്ഞത് കേട്ട് ആകാശിനോടുള്ള ദേഷ്യം കൂടിയോ? ഇല്ല, എന്റെ ദേഷ്യം ഇപ്പൊ ആകാശിനെ ആലോചിച്ചല്ല, അരവിന്ദനെ ഓർത്ത. അയ്യോ മാഡം, എന്നോട് ദേഷ്യം തോന്നുന്നതിനാ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ആലോചിച്ചു നോക്കിയാ എല്ലാത്തിനും തുടക്കം കുറിച്ചത് നിങ്ങളല്ലേ? ഞാനോ? അതെ, എന്റെ ജീവിതം കീഴ്മേൽ മറിച്ചത് നിങ്ങളാ. ഒഴുക്കുള്ളൊരു കായൽ പോലെ സന്തോഷത്തോടെ സമാധാനത്തോടെയായിരുന്നു എന്റെ ജീവിതം. അതിന് തടയിട്ടത് നിങ്ങളാ. എന്റെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഇല്ലാതായതും ഇപ്പൊ എന്റെ പ്രതികാരത്തിനും എല്ലാം കാരണം നിങ്ങൾ ഒരാളാ. മാഡം, എന്താ അരവിന്ദ്, ഷോക്കായോ? ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെന്നുണ്ടോ? മനസ്സിലായില്ലെന്ന് മാത്രം പറയരുത്. അരവിന്ദന് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് എനിക്കറിയാം. അത് മാഡം,
ഞാൻ സ്റ്റോപ്പ്. ചാരുവിനെ കല്യാണം കഴിക്കാന്ന് വാക്ക് കൊടുത്ത് മണ്ഡപത്തിലെത്തിയപ്പോ ചാരുവിനെ ചതിച്ച് നാട് വിട്ടു.